ബി ദിലീപ് കുമാർ ചേരുന്നു. ദിലീപ്, ആ, ആ, ഈ ദൃശ്യങ്ങൾ നൽകുന്ന ആശങ്ക, അവിടെ ഉള്ളവർക്ക് വലിയ ആശങ്ക ഉണ്ടാവുന്നതിൽ അവരെ പഴിക്കാൻ കഴിയില്ല. ദിലീപ് കുമാർ, നമ്മൾ പാനിക്കാവണ്ട എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ ഹാഷ്മി, അങ്ങേയറ്റം പ്രകോപനപരമായ നടപടികളാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് അതിർത്തിയിൽ സൈന്യം മുന്നോട്ട് വരുന്നു. പാകിസ്ഥാന്റെ അക്കാര്യം ഇന്ത്യയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവിടെ നേരത്തെ കാവലുണ്ടായിരുന്നു. അതായത് രാജ്യാന്തര അതിർത്തിയിൽ കാവൽ നിൽക്കുന്നത് BSFും നിയന്ത്രണ രേഖയ്ക്ക് സമീപം സൈന്യവും എന്നതായിരുന്നു. ഇതിൽ രാജ്യാന്തര അതിർത്തിയിൽ നിന്ന് BSF എന്നത് ഇന്ത്യ അതിർത്തി കാക്കുന്ന സംഘമാണ്. പാകിസ്ഥാന് അവരുടെ അതിർത്തി രക്ഷാ സേനയായ പാക് റേഞ്ചേഴ്സാണ് കാവൽ നിൽക്കുന്നത്. പാക് റേഞ്ചേഴ്സിനെ അവിടെ നിന്ന് മാറ്റി പാകിസ്ഥാൻ സൈന്യം ആ പ്രദേശങ്ങളിലേക്ക് വരുന്നു. എന്ന് വെച്ചാൽ പാകിസ്ഥാൻ സൈന്യം അതിർത്തിയിലെ നിയന്ത്രണ രേഖയ്ക്ക് അടുത്തേക്ക് വരികയാണ്. അവർക്ക് നേരത്തെ നിർദ്ദേശിച്ചിട്ടുള്ള ആ സ്ഥലങ്ങളിലേക്ക്, പാക് റേഞ്ചേഴ്സ് നിന്ന സ്ഥലങ്ങളിലേക്ക് സൈന്യം വരുന്നു. അതിനെ ഇന്ത്യ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഇത് സ്ഥിതി കൂടുതൽ വഷളാക്കുമെന്നാണ് സൈനിക വക്താവ് വ്യോമിക സിംഗ് അല്പസമയം മുമ്പ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഏതായാലും ഇന്ത്യ ഏത് പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വന്നാലും അത് നേരിടാൻ ഇന്ത്യൻ സേന സുസജ്ജമാണ് എന്ന കാര്യം ഒരിക്കൽ കൂടി പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം ഉണ്ടായാൽ മാത്രമേ തിരിച്ചടിക്കൂ. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനമുണ്ടായാൽ അതിന് ചുട്ട മറുപടി നൽകുമെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. പാകിസ്ഥാന്റെ പ്രകോപനം ഇപ്പോൾ അതിർത്തിയിൽ അവർ നിയന്ത്രണ രേഖയ്ക്കടുത്ത് അവരുടെ അതിർത്തി രക്ഷാ സേനയെ, പാക് റേഞ്ചേഴ്സിനെ പിൻവലിച്ചുകൊണ്ട് ഇപ്പോൾ അവിടേക്ക് സൈന്യം കടന്നു വരുന്നു എന്നത് ഇന്ത്യ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. അതിനേതായാലും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് അത്തരം ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നൊരു പ്രകോപനമുണ്ടായാൽ അതിന് തക്കതായ മറുപടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഇന്ത്യൻ സേന സുസജ്ജമാണ്. ഹാഷ്മി, അല്പസമയം മുൻപാണ് ദിലീപ് കുമാർ, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൗഹാൻ, പ്രതിരോധ മന്ത്രിയുടെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ ബ്രീഫ് ചെയ്ത ശേഷം പുറത്തേക്ക് പോയത്. ചില പ്രധാനപ്പെട്ട ചർച്ചകൾ നടന്നു. എന്ന് പറഞ്ഞാൽ ഇത് ഓരോ ദിവസം എന്നോണം ഓരോരോ എസ്കലേഷൻ ലാഡറിൽ ഓരോ പടി വെച്ച് കയറുന്നു പാകിസ്ഥാൻ. അതിലൊന്ന് ഇന്നലെ തന്നെ ഉണ്ടായത് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിക്കുക എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലേക്ക് കടക്കുന്നു പാകിസ്ഥാൻ. അതേസമയം ജനവാസ മേഖലയിലേക്ക് ഡ്രോണുകൾ അയക്കുക എന്ന് പറയുന്ന ഏറ്റവും പ്രകോപനത്തിലേക്ക് കടക്കുന്നു പാകിസ്ഥാൻ. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ റേഞ്ചേഴ്സിനെ മാറ്റി അവിടെ പാക് സേനാ വിന്യാസം തുടങ്ങിയെന്നൊക്കെ പറയുമ്പോൾ എന്താണ് ആ രാഷ്ട്രത്തിൻ്റെ ഉദ്ദേശമെന്ന ചിന്ത സ്വാഭാവികമായി ഉയരില്ലേ ദിലീപ്? സംബന്ധിച്ചിപ്പോൾ പിടിവിട്ട ഒരവസ്ഥയിലാണ്. കാരണം ഇന്ത്യയിലേക്ക് ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുക, അതിന് ശക്തമായ തിരിച്ചടി പാകിസ്ഥാൻ നേരിടേണ്ടി വരിക എന്ന നിലയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാകിസ്ഥാനെ സംഭവിച്ചുണ്ടായത്. പാകിസ്ഥാനിലെ ജനപ്രതിനിധികൾ പോലും അവരുടെ പാർലമെൻറ്റിൽ, ദേശീയ അസംബ്ലിയിൽ ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, അതായത് ഈ നേതാക്കളൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് അവർ വിദേശത്തേക്ക് പോയി രക്ഷപ്പെടും. അവർ ചാർട്ടർ വിമാനങ്ങളിൽ പോയി അവർ വിദേശത്ത് പോയി രക്ഷപ്പെടും. അവിടെ അവർക്ക് സ്വത്തുക്കളുണ്ട് എന്നൊക്കെ പാകിസ്ഥാനിലെ MP തന്നെ പറയുന്ന കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അങ്ങനെ പാകിസ്ഥാനിൽ ശക്തമായ വിമർശനം അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് ബലൂചിസ്ഥാൻ മേഖലയിലുള്ളവർ സ്വാതന്ത്ര്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭം ശക്തമാക്കുന്നു. പാക് സൈനികരെ കൊലപ്പെടുത്തുന്നു. ഇത് കൂടാതെ പാകിസ്ഥാന്റെ പതാകകൾ നീക്കി ബലൂചിസ്ഥാന്റെ പതാകകൾ അവർ ഉയർത്തുന്നു. മറ്റൊരു വശത്താകട്ടെ, പടിഞ്ഞാറൻ മേഖലയിലാകട്ടെ, അവിടെ പാകിസ്ഥാൻ തെഹ്രീക്കെ താലിബാൻ എന്ന് പറയുന്ന സംഘടന പാകിസ്ഥാൻ സൈനികരെ അവരും കൊലപ്പെടുത്തുന്നു. അവരതിന് പറയുന്ന കാരണങ്ങൾ ഇപ്പോൾ ഇന്ത്യ മിന്നലാക്രമണം നടത്തി പാകിസ്ഥാനിലെ മൗലാന മസൂദ് അസറിൻ്റെ കേന്ദ്രങ്ങൾ, ജെയ്ഷെ മുഹമ്മദിൻ്റെ കേന്ദ്രങ്ങൾ തകർക്കുന്നതിനും ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭീകരരെ കൊലപ്പെടുത്തുന്നതിനുമൊക്കെ സഹായം എന്ന് വെച്ചാൽ അവർക്ക് വേണ്ട അതിന് വഴിയൊരുക്കിയത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ ഈ നിലയിൽ തന്നെ നേരത്തെ ബിൻ ലാദനെ കൊലപ്പെടുത്തുന്നതിനും വഴിയൊരുക്കിയത് പാകിസ്ഥാനാണ്. അങ്ങനെയുള്ള പാകിസ്ഥാൻ സൈനികർ, അവരെ പിന്തുണയ്ക്കുന്ന, ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്ന സൈനികർക്കെതിരായ നീക്കങ്ങൾ ഒരു വശത്ത് പാകിസ്ഥാൻ തെഹ്രീക്കെ താലിബാന്റെ നേതൃത്വത്തിൽ നടത്തുന്നു, മറുവശത്ത് ബലൂചിസ്ഥാനിൽ നിന്നുള്ള
അവരുടെ പ്രക്ഷോഭം ശക്തമാകുന്നു. ഇതിനിടെയാണ് ഇന്ത്യയിലേക്ക് എത്തി ആക്രമണം നടത്തുക, അതിന് ശക്തമായ തിരിച്ചടി വാങ്ങുക. ഈ നിലയിൽ പാകിസ്ഥാനെ സംബന്ധിച്ചൊരു വല്ലാത്ത ഒരു അവസ്ഥയിലാണ് അവിടുത്തെ ഭരണാധികാരികൾ എന്ന് പറയാം. പാകിസ്ഥാൻ്റെ കരസേനാ മേധാവി തന്നെ ജനറൽ അസീം മുനീർ തന്നെ എവിടെയാണെന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അറിവില്ലായിരുന്നു. പക്ഷേ ഇന്നലെ സൗദി അറേബ്യയുടെ വിദേശകാര്യ ഉപമന്ത്രി വന്നു. ആ കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രിക്കൊപ്പം ഈ അസീം മുനീറും പങ്കെടുത്തിരുന്നു. പക്ഷേ പിന്നീട് വീണ്ടും മുങ്ങുന്നു. ഏതായാലും പാകിസ്ഥാനിലെ സ്ഥിതികൾ അവരെ സംബന്ധിച്ച്, പാകിസ്ഥാൻ ഭരണകൂടത്തെ സംബന്ധിച്ച് വളരെ നിരാശാജനകമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തിരിച്ചടികൾ. എന്നിട്ടും എല്ലാ ദിവസവും രാത്രിയിൽ ഇങ്ങോട്ടേക്ക് വരിക, ആക്രമണം നടത്തുക, ശക്തമായ തിരിച്ചടികൾ. ഇന്നലെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട 3 വ്യോമത്താവളങ്ങളിലാണ് കനത്ത നാശനഷ്ടം വരുത്തിയിട്ടുള്ളത്. അക്കാര്യം ഇന്ത്യൻ സൈന്യം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നുള്ള ആക്രമണത്തിന് മറുപടി എന്ന നിലയിലാണ് ഈ 3 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ. അവരുടെ സൈനിക ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന റാവൽപിണ്ടിയിലാണ് ഇന്ത്യ ആക്രമണം നടത്തിയത്. ബാലിസ്റ്റിക് മിസൈലുകൾ ഇന്ത്യ ഉപയോഗിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ അതിവേഗ മിസൈലുകളാണ് ഇന്ത്യയിൽ ആക്രമണം നടത്താനായി തിരഞ്ഞെടുത്തിരുന്നത്. അവർ ഭട്ടിണ്ടയിലെ വ്യോമത്താവളം ആക്രമിക്കാൻ പുലർച്ചെ 1:40 ശ്രമിച്ചു. മറ്റ് വ്യോമത്താവളങ്ങളും അവന്തിപ്പോര അടക്കമുള്ള വ്യോമത്താവളങ്ങളിൽ ആക്രമണം നടത്തുന്നതിനുള്ള ശ്രമം, അവന്തിപ്പോര, ജമ്മു, പത്താൻകോട്ട് തുടങ്ങിയ വ്യോമത്താവളങ്ങളിലൊക്കെ ആക്രമണം നടത്താനുള്ള ശ്രമം പാകിസ്ഥാൻ നടത്തിയിരുന്നു. അതിനെയെല്ലാം ചെറുത്തു തോൽപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവർ ചില നുണപ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. S-400 എന്ന ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം, മിസൈൽ വേദ സംവിധാനം തകർത്തു എന്ന അവകാശവാദം അവർ ഉന്നയിക്കുന്നുണ്ട്. ആ അവകാശവാദം പൊള്ളയാണ്. ഇന്ത്യയുടെ S-400 എന്ന വ്യോമ പ്രതിരോധ സംവിധാനത്തിന്, ഇന്ത്യയുടെ സുദർശന ചക്രത്തിന് ഒരു പോറലും ഏറ്റിട്ടില്ല എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റു നിരവധി വ്യാജ പ്രചരണങ്ങളും പാകിസ്ഥാൻ നടത്തുന്നുണ്ട്. ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്ന തരത്തിലൊക്കെ. പക്ഷേ ഈ അവകാശവാദങ്ങൾ, പാകിസ്ഥാന്റെ അവകാശവാദങ്ങളെല്ലാം വെറും നുണയാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഹാഷ്മി. ദിലീപ് കുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു. വ്യാജ പ്രചരണങ്ങളുടെ ഒരു കുത്തൊഴുക്ക് സംഭവിക്കുന്നുണ്ട്. ഏതോ ഒരു സ്ഥലത്ത് ഇന്ത്യയുടെ S-400 വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തു, JF-70 നിന്ന് പുറത്തുവിട്ട മിസൈൽ എന്ന അവരുടെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ അവർ വാർത്തയെ കൊടുക്കുന്നുണ്ട്. പച്ചക്കള്ളമാണ് എന്ന് പറയുകയാണ്. തെളിവടക്കം അത് കള്ളമാണ് തെളിയിക്കുകയും ചെയ്ത വാർത്താ സമ്മേളനമാണ് ഇപ്പോൾ പൂർത്തിയായത്. ഇന്ത്യൻ ഗുജറാത്തിലെ അടക്കം എയർബേസുകളിലേക്ക് ആക്രമണം ഉണ്ടായെന്ന് അവർ പറഞ്ഞിരുന്നു. ടൈം സ്റ്റാമ്പ് ചെയ്ത ആ എയർബേസുകളുടെ ചിത്രമടക്കം കാണിച്ചുകൊണ്ടാണ്, അതാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ടൈം സ്റ്റാമ്പ് ചെയ്ത ദൃശ്യമടക്കം കാണിച്ചുകൊണ്ടാണ് ആ പ്രചരിക്കുന്ന കള്ളങ്ങൾ, മാധ്യമങ്ങളടക്കം അവിടെ പറയുന്ന കള്ളങ്ങൾ. ഇതേതെങ്കിലും സോഷ്യൽ മീഡിയയിൽ പേരില്ലാത്ത ഊരില്ലാത്ത ആളുകൾ പറയുന്നതല്ല, അവരുടെ ഒഫീഷ്യൽ സംവിധാനങ്ങളൊക്കെ പറയുന്ന കള്ളങ്ങളാണ്. അപ്പോൾ ആ കള്ളങ്ങൾ പച്ചക്കള്ളമാണ് എന്ന് സ്ഥിരീകരിക്കാൻ തെളിയിക്കുകയായിരുന്നു. അതാണ് പ്രേക്ഷകർ കാണുന്നത്. നേരത്തെ ഈ പറയുന്ന സൂറത്കൽ അടക്കമുള്ള സ്ഥലങ്ങളിലെ എയർബേസുകളുടെ ചിത്രങ്ങൾ കാണിച്ചുകൊണ്ടായിരുന്നു ടൈം സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെയുള്ള ദൃശ്യങ്ങളാട്ടോ ആ ദൃശ്യങ്ങൾ. അതേസമയം തന്നെ ഇത് പാക് പോസ്റ്റിലേക്ക് കൃത്യമായി നമ്മുടെ മിസൈൽ സംവിധാനങ്ങൾ ഹിറ്റ് ചെയ്യുന്ന ദൃശ്യങ്ങളടക്കം അതിൻ്റെ വിഷയങ്ങളടക്കം കൊടുക്കുന്നുണ്ട്. ഇതൊന്നും പാകിസ്ഥാൻ പറയുന്നത് പോലെ വ്യാജ ദൃശ്യങ്ങളുമല്ല. അവിടെ കാശ്മീരിലെ അല്ലെങ്കിൽ ശ്രീനഗറിൽ ദാൽ ലേക്ക്, മനോഹരമായ നദിയാണ്. ആ ദാൽ ലേക്കിലേക്ക് ഒരു മിസൈലാണോ ഒരു ഡ്രോൺ ആണോ എന്നറിയില്ല, എന്തോ ഒന്ന് ഇടിച്ചിറങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് പുകയൊക്കെ ഉയർന്നിരുന്നു. അവിടെ നിന്ന് അതിൻ്റെ അവശിഷ്ടങ്ങളെടുത്ത് പരിശോധനയിലേക്ക് കടക്കുന്നു എന്നുകൂടി ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പാകിസ്ഥാൻ നടത്തുന്നത് അങ്ങേയറ്റത്തെ മര്യാദഘട്ട പ്രകോപനമാണ് എന്ന് തന്നെ പറയാം. ബാക്കിയെല്ലാം പോട്ടെ എന്ന് വെച്ചാലും ജനവാസ മേഖലകൾക്ക്, നേരത്തെ അവിടെ നമ്മുടെ ശ്രീനാഥ് നിൽക്കുന്ന മേഖലയിലെ ആ ദൃശ്യങ്ങളൊക്കെ കണ്ടാൽ സങ്കടമാകും. ഒരു വീടൊക്കെ ഇല്ലാതായി കളയുക എന്ന് പറഞ്ഞാൽ അവിടെ മനുഷ്യജീവൻ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതെന്ന് ആണെന്ന് വേണം പറയാൻ. കാര്യം ആ സമയത്ത് അവിടെ മുന്നുവല്ലം ഉണ്ടായിരുന്നെങ്കിൽ പാവങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ഓർക്കാൻ വയ്യ. എന്നിട്ട് കൂടിയും വീടിൻ്റെ പ്ലാസ്റ്ററിങ് എന്തോ ഇളകി വീണ് അവിടുത്തെ കുടുംബനാഥൻ്റെ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ച് കാണിക്കുന്ന ഈ പരിപാടി തെമ്മാടിപ്പണിയാണ്. അത് നിർത്തേണ്ടതാണ്. നിർത്തുന്നില്ലെങ്കിൽ അത് ആ രാജ്യത്തിൻ്റെ വിനാശത്തിലേക്ക് നയിക്കുന്നു എന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കാം.